അങ്ങനെ ബിഗ് ബോസിൽ ഫസ്റ്റ് ഡേ തന്നെ, ഫസ്റ്റ് ഡേ അല്ല, സെക്കൻഡ് ഡേ. ഫസ്റ്റ് ഡേ ഇന്നലെയായിരുന്നു. സെക്കൻഡ് ഡേ ക്യാപ്റ്റൻസി ടാസ്കിനുള്ള അലമ്പ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അലമ്പ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമും അതിനോടനുബന്ധിച്ചുള്ള അടിയും കൂട്ടത്തല്ലും മറ്റ് സീസണുകളിലൊന്നും കാണാൻ സാധിക്കാത്ത തരത്തിൽ രണ്ടാമത്തെ ദിവസം തന്നെ പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത, പരസ്പരം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലാത്ത ആൾക്കാർ തമ്മിൽ കൂട്ടത്തല്ല് നടക്കുകയാണ്. വേറെ ഒന്നിനു വേണ്ടിയല്ല, ജനശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ടാണ്. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അപ്പം ഇന്ന് കുറച്ചു നേരം മുമ്പൊരു പ്രമോ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കയ്യാങ്കളിയാണ് കേട്ടോ. കയ്യാങ്കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് സീസണുകളിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് കണ്ടുകൊണ്ടിരുന്ന കാര്യം ബിഗ് ബോസ് സീസൺ 6 ആയപ്പോഴത്തേനും സെക്കൻഡ് ഡേ തന്നെ വന്നേക്കുകയാണ്. പക്ഷേ സംഭവമൊക്കെ അറിയാം. കൈയൊക്കെ പുറകെ കെട്ടി നെഞ്ചി വിരിച്ച് മറ്റവനെ തലട എന്ന് പറഞ്ഞ് നിൽക്കുന്ന രണ്ടുപേര്. എന്തായാലും ജനഹൃദയങ്ങളിൽ കീഴടക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു തന്ത്രമാണ് സെക്കൻഡ് ഡേ തന്നെ അടി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള രീതിയിലാണെങ്കിലും. അപ്പം എന്തായാലും അടി ഉണ്ടാക്കട്ടെ. നമ്മൾ മലയാളികൾക്കാണെങ്കിലും എപ്പോഴും അടി ഉണ്ടാക്കുന്നത് കാണാനാണ് എപ്പോഴും താല്പര്യം. നമ്മുടെ ഹോട്ട്സ്റ്റാറിനാണെങ്കിലും ഏഷ്യാനെറ്റിനാണെങ്കിലും റേറ്റിംഗ് കിട്ടാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ അടി ഉണ്ടാക്കലാണ്. പിന്നെ ലാലേട്ടൻ ശനിയാഴ്ച വന്നു കഴിയുമ്പോൾ പറയാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? കഴിഞ്ഞ സീസണിലൊക്കെ ഫസ്റ്റ് കുറേ ദിവസങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനൊന്നും പറയാനില്ല, ഇവരടി ഉണ്ടാക്കുന്നില്ല. പിന്നെ ബിഗ് ബോസ് സ്വാഭാവികമായിട്ടും 6 സീസണൊക്കെ കഴിഞ്ഞല്ലേ, നല്ല രീതിയിൽ തന്നെ അടി ഉണ്ടാക്കിപ്പിക്കാനായിട്ടൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ബിഗ് ബോസിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ പണി തുടങ്ങി കാണും. പിന്നെ കുറേ പേര് പറയുന്നുണ്ട്, ഈ എത്ര ബിഗ് ബോസ് കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അത് സ്ക്രിപ്റ്റഡാണ്. അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ രീതിയിൽ സ്ക്രിപ്റ്റഡ് അല്ല. അതിനകത്ത് മത്സരാർത്ഥികൾക്ക് പടി ഉണ്ടാക്കാതിരിക്കണം എന്ന് എഴുതി അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ എനിക്കറിയത്തില്ല. എന്തായാലും അടി നടക്കണം, നമുക്ക് അത്രയേ ഉള്ളൂ. അത് ഇന്നത്തെ ദിവസം കാണാനും പറ്റുന്നുണ്ട്.